എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവിധ സമയങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും വിവിധ മാധ്യമങ്ങളിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സന്ദേശം, ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരത്തോടെ വേദനയോടൊക്കെ ആയിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം സമാധാനത്തിനും സന്തോഷത്തിനുമായുള്ള ചില വിടുതലുകൾ, അനുഗ്രഹങ്ങൾ കാണുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു, വിശ്വസിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ ചെറിയ സന്ദേശം നിങ്ങൾ കേൾക്കണമേ. ഈ ചെറിയ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവത്തിന്റെ ദാനങ്ങൾ എന്നുള്ളതാണ്. ദൈവത്തിന്റെ ദാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അത് വാങ്ങിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ഏതെങ്കിലും നിലയിലുള്ള പല പരിശ്രമങ്ങളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള സൽപ്രവൃത്തികളോ അങ്ങനെയുള്ള ഉന്നതവും ചെറുതും വലുതുമായിരിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ട് വാങ്ങിക്കുന്നതിനെ അല്ല ദാനം എന്ന് പറയുന്നത്. ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് അർഹതയുള്ളതോ അർഹതയില്ലാത്തതായ കാര്യങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. അത് വില കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല, അത് സൗജന്യമാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവത്തിന് ദാനമായി നൽകുന്നത് നമുക്ക് മാനുഷികമായി അത് വാങ്ങിക്കുവാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് കുറെ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ഈ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവത്തിന്റെ ദാനങ്ങൾ എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ചെറുതും വലുതുമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ദാനമാണ്. നമുക്ക് 3 നിലകളിലുള്ള ദാനങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്ന്, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം തന്നെ ദാനമാണെന്നും നമുക്ക് ലഭിക്കുന്ന ഒത്തിരി ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. 2, ആത്മീകമായ ബന്ധത്തിലുള്ള വിഷയത്തിൽ നമുക്ക് ദൈവത്തിന്റെ ദാനങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതും ഈ മാനുഷികമായ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിനേക്കാളും അതിപ്രധാനവും വിലയേറിയതുമായിരിക്കുന്ന ദാനങ്ങളാണ് ആത്മീകമായ വിഷയത്തിൽ നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വായു, വെള്ളം, വെളിച്ചം, ഇതൊക്കെ ദൈവത്തിൽ നിന്ന് ദാനമാണ്. അപ്പൊ ശരീരത്തിനോടുള്ള ബന്ധത്തിൽ തന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ മാനസികമായ നിലയിലും ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. അപ്പം മാനസികമായ മണ്ഡലത്തിലും ദൈവം നമുക്ക് സമാധാനം നൽകി തരുന്നു, അതുപോലെ ജ്ഞാനം കർത്താവ് നൽകി തരുന്നു. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് ദാനം തന്നെയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ പൊതുവെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമുക്ക് തന്ന കഴിവുകള്, നമുക്ക് തന്ന ആരോഗ്യം, അതുപോലെ തന്നെ നമുക്ക് തന്ന മറ്റുള്ള സൗന്ദര്യം, വിദ്യാഭ്യാസം, കഴിവുകള്, ഇതൊക്കെ ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ മനുഷ്യരിൽ നിന്ന് ഭൗതികമായ നിലകളിൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങളാണ് ഇവ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന ദാനങ്ങൾ അതിനെ വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ നിരന്തരമായ പരിശ്രമങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിരിക്കുന്നുവെങ്കിൽ നല്ല കായികമായിട്ട് നല്ല ഫിറ്റ് ആകുന്നെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, വ്യായാമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഈ ദാനത്തെ നമുക്ക് ഒന്നും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഭാഗമല്ല നമുക്ക് പ്രധാനമായി ചിന്തിക്കുന്നത്. രണ്ടാമത്തേതായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സ്വർഗീയമായ കാര്യങ്ങൾ നമുക്ക് ദാനമായി ലഭിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് നമുക്ക് വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വളരെ ചുരുക്കമായിട്ടാണ് ഈ വീഡിയോയിൽ നാം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ആത്മീകമായിരിക്കുന്ന നമ്മുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ ആത്മാവിനോട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ആത്മീകമായ നിലയിൽ അല്ലെങ്കിൽ സ്വർഗീയമായ നിലകളിൽ നമുക്ക് ദാനമായി മനുഷ്യർക്ക് ലഭിക്കുന്നതായ കാര്യമാണ് ഒന്ന്, നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ രക്ഷ, അതായത് ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നു. 2, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ദാനങ്ങളാണ്. പരിശുദ്ധാത്മാവ് ദാനമാണ്. യേശുക്രിസ്തു നമുക്ക് നൽകി തന്ന ഏറ്റവും വിലയേറിയ സമ്മാനമാണ്. അപ്പം ഈ യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമുക്ക് നൽകി തരുന്നതായ ദാനങ്ങളാണ് നാം വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ 2 രക്ഷയാണ്. 2 കാര്യങ്ങളാണ് ദാനമായി ലഭിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ആത്മാവിന്റെ രക്ഷ. രണ്ടാമത്തേത്, യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ നിത്യജീവൻ. അപ്പോൾ രക്ഷദാനമാണ്, നിത്യജീവൻ ദാനമാണ്. അത് നമുക്ക് തിരുവെഴുത്തുകളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ, എടുത്ത് വായിക്കുമ്പോഴൊക്കെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് യേശുക്രിസ്തുവിലൂടെ. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്മീകമായിരിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന ഏറ്റവും 2 ദാനമാണ് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ആത്മാവിന്റെ രക്ഷ. രണ്ടാമത്തേത് നിത്യജീവൻ. അതെങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന കാര്യം. നമുക്കറിയാം, ഈ മനസ്സും ശരീരവും, ഈ മനസ്സ് ശരീരത്തോട് ചേർന്ന് നിൽക്കും, അതല്ലെങ്കിൽ ആത്മാവിനോട് ചേർന്ന് നിൽക്കും. ശരീരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ജഡത്തിൽ സ്വാധീനമുള്ള ജഡം നിയന്ത്രിക്കുന്നതായ ഒരു വ്യക്തിയായിട്ട് മാറും.
ഈ മനസ്സ് ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആത്മീയമായി ജീവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ശരീരം ഇവിടെ മണ്ണിലിട്ട് നമുക്ക് പോകേണ്ടി വരും. അത് ആത്മാവാകുന്നു. ആത്മാവിനാണ് നമ്മുടെ പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ആത്മാവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആത്മാവിനെ എന്താണ് ലഭിക്കുന്നത്? രക്ഷയാണ് ലഭിക്കുന്നത്. പലരും ജീവിച്ചിരിക്കുമ്പോൾ രക്ഷ പ്രാപിക്കേണ്ടതിന് പകരം മരണത്തിന് ശേഷം ആത്മാവിന് പല കാര്യങ്ങൾ ചെയ്ത് നിത്യശാന്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പല കർമ്മങ്ങൾ ചെയ്ത് ഒത്തിരി കാശ് ചെലവാക്കി ഒത്തിരി കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ആ ആത്മാവിനെ രക്ഷ വരുത്തുവാനായിട്ട് പരിശ്രമം ചെയ്യുന്ന ആളുകളെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ആത്മാവിന്റെ രക്ഷ വരുവാനായിട്ട് ഇടയാകേണ്ടത്. അപ്പൊ ഈ ആത്മാവിന്റെ രക്ഷ അതിപ്രധാനമാണ്. നമുക്ക് ആത്മാവുണ്ട്, എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുവാനായിട്ട് ഇടയാകില്ല. അപ്പൊ വീണ്ടും ജനിക്കേണ്ടത് അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കുക എന്നല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിപ്പാനായിട്ട് ഇടയായി തീരണം. ഒരു ദീപമുണ്ട് എന്നിരിക്കട്ടെ, ആ ദീപം നമ്മൾ കത്തിക്കുന്നുവെങ്കിൽ വേറൊരു നിലയിൽ അത് പ്രകാശിക്കുവാനായിട്ട് ഇടയാകും. ഇല്ല എങ്കിൽ ഒരു വസ്തു പോലെ അത് നിൽക്കുവാനായിട്ട് ഇടയായി തീരും. ഏതെങ്കിലും ഒരു വസ്തു ഒരു സ്ഥലത്ത് വെക്കുന്നത് പോലെയാണ്. ഇതുപോലെയാണ് നമ്മുടെ ആത്മാവുണ്ട്, പക്ഷെ എന്താണ്? ഒരു വസ്തു പോലെ അവിടെ ഇരിക്കുന്നതാണ്. എന്നാൽ ഈ ആത്മാവ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആ ഒരു വിളക്കിനെ എത്രത്തോളം നമുക്ക് അതിൽ വെളിച്ചം കൊടുക്കുവാൻ അത് കത്തിക്കുന്നുവെങ്കിൽ എത്രത്തോളം പ്രകാശിതമായോ തീർന്നോ അത് വളരെ പ്രയോജനം ചെയ്യുന്നത് പോലെ ഇരുട്ടിനെ മാറ്റുന്ന വഴിയെ തെളിയിക്കുന്ന ഒരു പ്രകാശം, ഒരു വെളിച്ചം നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകും. അത് നമ്മൾ കയ്യിൽ എടുക്കുവാനായിട്ടിടയാകും. നമ്മൾ പോകുന്നിടത്തൊക്കെ അത് കൊണ്ടുപോകുവാനിടയായി തീരും. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിന് രക്ഷ വരുവാനിടയായി തീരണം. യേശുക്രിസ്തു പറഞ്ഞതുപോലെ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനിടയാകില്ല. ആത്മാവിൽ വീണ്ടും ജനിപ്പാനിടയായി തീരണം. ആത്മാവ് രക്ഷ വരുവാനിടയായി തീരണം. ആത്മാവിന് രക്ഷ വരുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ്. യേശുക്രിസ്തു മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കാമെന്ന്. ആരെങ്കിലും ഹൃദയവാതിൽ തുറക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ ഉള്ളത്തിൽ വസിക്കാമെന്ന് യേശുക്രിസ്തു പറയുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ആത്മാവിന് രക്ഷ, ആത്മാവിന് വീട് ജനനം പ്രാപിക്കാൻ ഇടയാകണമെങ്കിൽ ദൈവം ആത്മാവായി ആരിൽ വസിക്കുന്നുവോ ആ സമയത്ത് തന്നെ ആത്മാവിന്റെ രക്ഷ വരുവാനിടയാകും. ആത്മാവ് വീണ്ടും ജനിപ്പാനായിട്ട് ഇടയായി തീരും. ഈ ആത്മാവ് എപ്പോഴാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ, ആദിമ മനുഷ്യനായിരിക്കുന്ന ആദാം കൽപ്പന ലംഘനം നടത്തിയപ്പോൾ യേശുക്രിസ്തു കർത്താവ് പറയാനിടയായി തീർന്നു, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന്. പഴം തിന്നുന്ന നാളിൽ അവർ ആത്മാവിൽ മരണം സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ആത്മാവ് മരിച്ചതുകൊണ്ട്, ആത്മാവുണ്ട് എന്നാൽ മരണം നടന്നതുകൊണ്ട് മനുഷ്യൻ പാപികളായി തീരുവാനായിട്ട് ഇടയായി. അങ്ങനെയാണ് സകല മനുഷ്യരും പാപികളായി തീരുന്നത്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ ഈ ആത്മാവിനെ വീണ്ടും ജനനം പ്രാപിപ്പാനിടയായി തീരും. മാനവലോകത്തിന്റെ മനുഷ്യരുടെ ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. പാപമോചനം പ്രാപിച്ച് യേശുവെ എന്റെ ഹൃദയത്തിൽ വാഴണമേ, അങ്ങന്റെ ദൈവമാണ്, എന്റെ രക്ഷകനാണ്, എന്റെ കർത്താവാണ്, അങ്ങ് എന്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മിൽ വസിക്കുവാനിടയായിത്തീരും. ആ സമയം, ആ ക്ഷണത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായിത്തീരും. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ജഡത്താൽ ജനിക്കുന്ന ജഡം, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു കാര്യം സംഭവിക്കും, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിപ്പാനായിട്ട് ഇടയായിത്തീരും. ഇതാണ് സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെ പാപമോചനം നൽകി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുവാനിടയായിത്തീരുന്ന അവൻ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായം അത് വളരെ വിശദമായി അവിടെ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് ഏറ്റുപറയുവാനിടയാകും. പലരും മൗനമായി പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയംഗമായി വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ, യേശുവേ നീ എന്റെ ദൈവമാണ്, രക്ഷകനാണ്, കർത്താവാണ്, എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവായി വസിക്കും. കാരണം വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറുകയില്ല. അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കാമെന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കും. യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവായി നമ്മിൽ വസിക്കുവാനിടയാവും. ഈ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായിത്തീരുന്നത്. പാപമോചന സൗജന്യമാണ്, അതും ദൈവത്തിന്റെ ദാനമാണ്. തന്റെ പിതാവ് പുത്രനായ ദൈവത്തെ കുരിശിൽ തകർത്ത് കളഞ്ഞു. ഒരു വലിയ വില നമുക്ക് ഗാഗുൽത്താമലയിൽ വില നൽകിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാപത്തിന് പരിഹാരം വരുത്തിയ, പാപത്തെ ഏറ്റെടുത്ത, ശിക്ഷ അനുഭവിച്ച് ആ പരിഹാരം വരുത്തിയ, തന്റെ ജീവനെ യാഗമാക്കിയ ആ യാഗത്തിൽ വിശ്വസിച്ച്, ആ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുവാനിടയായിത്തീരാം. അപ്പോൾ തന്നെ ആ സമയം തന്നെ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും തന്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിപ്പാനിടയായിത്തീരും. അങ്ങനെയുള്ളവരാണ് ഈ പരിശുദ്ധനായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാനിടയായിത്തീരുന്നത്. വിശുദ്ധരായ ഒരുവനിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിന്റെ രക്ഷയാണ് യേശുക്രിസ്തുവിലൂടെ പാപമോചനവും ആത്മാവിന്റെ രക്ഷ, അതായത് വീണ്ടും ജനനവും നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. അത് ദൈവത്തിന്റെ ദാനമാണ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് പാട്ടുകൾ പാടുന്നതിനെ കുറിച്ച് പറയുന്നു. ആത്മാവിന്റെ രക്ഷ ഈ ലോകത്തിലേക്കാളൊക്കെ വിലയേറിയതാണ്. അത് മനുഷ്യനെ പ്രാപിക്കാൻ കഴിയില്ല.
ഇത് എന്തെങ്കിലും മല കയറിയത് കൊണ്ടോ, നോമ്പ് നേർന്നത് കൊണ്ടോ, നോമ്പ് എടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ, സൽപ്രവൃത്തികൾ ചെയ്തത് കൊണ്ടോ, അങ്ങനെ ഏതൊക്കെ നിലകളിലോ ആമേൻ ഈ ആത്മാവിന് രക്ഷ വരുത്തുവാനായിട്ട് കഴിയുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ദൈവം ആത്മാവാണ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായിത്തീരുന്നത്. നമ്മുടെ ഒരു കർമ്മങ്ങൾ കൊണ്ടും ഒരു ഒറ്റ കാര്യങ്ങൾ കൊണ്ടും ഈ ആത്മാവിന് രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പത്രോസ് ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ദൈവത്താൽ മാത്രമേ അത് സാധ്യമാകൂ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ദൈവം ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കാനിടയായിത്തീരും. അതാണ് ആത്മാവിന്റെ രക്ഷ. അത് വീണ്ടുജനനമാണ്, അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രാപിക്കുന്ന ജീവനാണ് ആത്മാവിനെ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു വിളക്ക് കത്തിക്കുവാനിടയായി തീർന്നാൽ ആ വിളക്ക് കത്തി പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആത്മാവ് വീണ്ടും ജനിപ്പാനിടയായി തീരുന്നതായ ഒരു കാര്യമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ അന്ന് പ്രാപിക്കുന്ന ജീവനുണ്ട്. ആത്മാവ് വീണ്ടും ജനിപ്പാനിടയായി തീർന്ന ആ ജീവൻ മാനുഷിക ജീവനല്ല, ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ജീവനാണ് നിത്യജീവൻ. ആ ജീവനിലും നമ്മൾ വാഴുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോ നിത്യജീവൻ പ്രാപിക്കുന്നത് അന്നാണ്. യേശുക്രിസ്തു എന്നാണോ എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചത് ആ സമയത്താണ് ആത്മാവ് വീണ്ടും ജനിച്ചത്. ആ ജീവൻ നിത്യജീവനാണ്, ദൈവത്തിന്റെ ജീവനാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് ഒരു കൃപാവരമാണ്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പല നിലകളിലുള്ള ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും പലരും ഒക്കെ ചെയ്യുന്ന കഠിനമായിരിക്കുന്ന തപസ്സോ മറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് വളരെ ലളിതമാണ്. ഇത് സൗജന്യമാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. നിന്ന നിൽപ്പിൽ, ഇരുന്ന ഇരിപ്പിൽ, വില കൊടുക്കാതെ, കാശ് കൊടുക്കാതെ, ചെലവില്ലാതെ ഒക്കെ ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് ആത്മാവിന്റെ രക്ഷ. അതുപോലെ തന്നെ നിത്യമായ ജീവനും അത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ ദാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ദാനങ്ങളെ കുറിച്ച് വേഗത്തിൽ ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അതിലേക്ക് നടത്തിയത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവില്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയുവാനായിട്ട് കഴിയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ കൈക്കൊള്ളുന്നവർ പരിശുദ്ധാത്മാവിനാലാണ് അവർ നടത്തപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവുണ്ട്. പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന സമയം പരിശുദ്ധാത്മാവുണ്ട്. രണ്ടാമത്തേത് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിലുണ്ട്. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നതായ ദാനമാണ്. രണ്ട് നിലയിൽ അത് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്ന്, നമ്മൾ ചിന്തിച്ചു ശാരീരികമായി യേശുക്രിസ്തു പറഞ്ഞു ഈ ദൈവത്തിന്റെ ദാനമെന്ന് അറിയുവാനായിട്ട് കഴിയും. ആ നമ്മോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ, ശരീരത്തിനോടുള്ള ബന്ധത്തിൽ നാം ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. രണ്ടാമത് ആത്മീകമായ നിലകളിൽ നമുക്കുള്ള ദൈവം നൽകി തരുന്ന ദാനത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിൽ ഒന്നാമത്തേത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദാനമാണ്. ഒന്ന്, ആത്മാവിന്റെ രക്ഷ. രണ്ടാമത്തേത് നിത്യജീവൻ. മൂന്നാമത്തേത് ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനെ നമുക്ക് ചിന്തിച്ചു. ഒന്ന്, യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് മുഖാന്തരമാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് തിരുവചനം നമ്മെ കാണിക്കുന്നു. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ദാനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് കൃപാവരങ്ങൾ എന്ന് പറയും. അതിനെ രണ്ട് ഭാഗമാക്കി മാറ്റുവാനായിട്ട് കഴിയും. ഒന്ന്, ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ അത് വരമാണ്, ഗിഫ്റ്റാണ്. അതിൽ തന്നെ ഗിഫ്റ്റ്, അതായത് കൃപാവരങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന കൃപാവരങ്ങൾ, അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒന്ന്, അപ്പസ്തോലന്മാർ, രണ്ട്, പ്രവാചകന്മാർ, മൂന്ന്, സുവിശേഷകന്മാർ, നാല്, ഇടയന്മാർ, അഞ്ച്, ഉപദേഷ്ടാക്കന്മാർ. അങ്ങനെ 5 വിധ ശുശ്രൂഷകൾ. അത് കൃപാവരങ്ങളാണ്. അത് ശുശ്രൂഷകളായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് കൃപാവരങ്ങൾ ഒത്തിരി വേറെയുണ്ട്. അത് നമ്മുടെ നടുവിൽ പ്രചാരം നേടിയിരിക്കുന്ന നിലയിൽ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുക, പ്രവചനപരമുണ്ടാകുക, രോഗശാന്തി ഉണ്ടാകുക, അതുപോലെ വിവേചനപരമുണ്ടാകുക, പരിപാലന വരം ചെയ്യുക, സഹായം ചെയ്യുന്നതിനുള്ള വരം, അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കുന്നതായ, അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷകൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്നിവ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഞാനിവിടെ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. എല്ലാം ദൈവത്തിന്റെ ദാനം. ഇത് വില കൊടുത്ത് ഒന്നും വാങ്ങിക്കുവാനായിട്ട് കഴിയുകയില്ല. പുണ്യപ്രവൃത്തി ചെയ്തിട്ട് ഇത് വാങ്ങിക്കാൻ കഴിയുകയില്ല.
ദാനധർമ്മം ചെയ്ത് നമുക്ക് ലഭിക്കാൻ കഴിയുകയില്ല. കഠിനമായ തപസ്സുകൾ ചെയ്തിട്ട് ഇത് വാങ്ങിക്കാൻ കഴിയുകയില്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്, തനിക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകുവാനിടയാകും. അപ്പോ യേശുക്രിസ്തു ദാനമാണ്. യേശുക്രിസ്തുവിടെ ലഭിക്കുന്നത് ദാനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവ് ദാനമാണ്. പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ദാനങ്ങളെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ, ഇതൊക്കെ പ്രാപിക്കുവാൻ 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അവനുമായി വളരെ ബന്ധത്തിലാവുവാൻ ഇടയായിത്തീരണം. ബന്ധത്തിൽ ഇരിക്കുന്നവരായി തീരുവാൻ ഇടയാക്കണം. വല്ലപ്പോഴും അല്ല, ആ ബന്ധം തുടർമാനമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ ഇടയായിത്തീർന്ന. നമുക്കറിയാം, കൂടുതൽ നേരം നമ്മുടെ സ്നേഹിതര്, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കൂടുതൽ നേരം ഇരിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരിക അവരെ കുറിച്ചാണ്. അപ്പോൾ എപ്പോഴും ബന്ധത്തിലിരിക്കുക. രണ്ടാമത്തേത്, അവനുമായി വളരെ സ്നേഹത്തിൽ അടുത്ത് ഇടപഴകുന്ന ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകും. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് കുഴപ്പമില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയം നമ്മൾ ഒരുക്കിയെടുക്കുവാനായിട്ടിടയാണ്. അപ്പോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, അത് വളരെ നല്ല കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ദൈവത്തോടുള്ള ആ ബന്ധം എപ്പോഴും നിലനിർത്തുവാനും ദൈവത്തോടുള്ള ആഴമായ സ്നേഹവും ഈ ദൈവത്തിന്റെ ദാനങ്ങൾ ലഭിക്കുവാനായിട്ട് കാരണമാക്കി തീർക്കുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ദാനങ്ങൾ ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, അല്ലെ? പ്രവചനപരം നിങ്ങൾ വാഞ്ചിപ്പിൻ, കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ കൃപാവരങ്ങളെ, ദൈവത്തിന്റെ ദാനങ്ങളെ നമുക്ക് വളരെ ആഗ്രഹിക്കുന്നവരായി തീരാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രാപിക്കുവാൻ കഴിയുന്ന 3 കൂട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ അവസാനമായി ചിന്തിച്ചത്. ഒന്ന്, ദൈവവുമായിട്ട് എപ്പോഴുമുള്ള ബന്ധം, ദൈവമായിട്ടുള്ള സ്നേഹത്തിലുള്ള ആ ഇടപഴകൽ. നമ്മളെ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ, സഭയിലുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ ദൈവമായിട്ട് എപ്പോഴുമുള്ള ഒരു സ്നേഹം. മൂന്നാമത്തേത്, ദാനങ്ങളെ ആഗ്രഹിക്കുന്നവരായി, അറിവില്ലാത്തവരായിട്ടല്ല, ആഗ്രഹിക്കുന്നവരായി, അറിഞ്ഞിട്ട് ആഗ്രഹിക്കുന്നവരായി തീരുവാൻ ഇടയായി തീർന്നാൽ അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുവാനായിട്ട് ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സന്ദേശം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാനം, ആ ദാനം ഒന്ന് കൊടുത്താൽ കിട്ടുകയില്ല. ദൈവത്തിന്റെ ദാനങ്ങൾ ഏതാണ്? യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ. യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ ദാനം. യേശുക്രിസ്തുവിൽ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം. പിന്നീട് ആ നിലയിൽ കടന്നു വന്നവർ പരിശുദ്ധാത്മാവിലൂടെയുള്ള, പരിശുദ്ധാത്മാവെന്ന ദാനവും പരിശുദ്ധാത്മാവിലൂടെയുള്ള ദാനങ്ങളും വരങ്ങളും ഒക്കെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരാം. അത് പ്രാപിക്കുവാനിടയായി തീരട്ടെ. എന്നെ കേട്ട പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ, വീണ്ടും ജനിപ്പാൻ ദൈവത്തിന്റെ ആത്മാവുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളായി തീരും. മരിച്ചാൽ ദൈവാത്മാവ് ആരിലുണ്ടോ, ദൈവം ആരിൽ വസിക്കുന്നു, അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരും. അവർ വീണ്ടും ജനിച്ചവരാണ്. അവരുടെ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടുണ്ട്. അവർ നിത്യജീവനെ പ്രാപിച്ചിട്ടുണ്ട്. അതിന് യേശുവെ, എന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറയുവാനിടയാണ്. പാപമോചനം സൗജന്യമായി ലഭിക്കും. യേശുവെ, നീ എന്റെ ദൈവം, എന്റെ കർത്താവ്, എന്റെ രക്ഷകനാണ്, എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് രക്ഷ വരും. ദൈവം നമ്മിൽ വസിക്കും. ദൈവത്തിന്റെ മക്കളായി തീരും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടുവാനിടയായി. അതിനായിട്ട് സർവശക്തനായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ നന്ദി നിങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.